അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയോ? ഓക്കെ. ഈ ആത്മഹത്യ ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യമാണെന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഞാൻ ഇന്നൊരു വാർത്ത വായിച്ചത്, അത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടൊരു വാർത്തയാണ്. ഒരു പ്രശസ്തയായ ഒരു നടി, അവരും അവരുടെ ഭർത്താവും കൂടി ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുള്ള സംവിധാനമുള്ള ഒരു സ്ഥലത്ത് പോയി, അത്തരം ഒരു സ്ഥലത്ത് ഇനി മുതൽ നമ്മൾ ജീവിക്കണില്ല എന്ന് അവർ തീരുമാനിച്ചു എന്നാണ്. അതിൻ്റെ കാരണമായി അവർ പറഞ്ഞത്, അടുപ്പിച്ചു പിടിക്കാം. അതിൻ്റെ കാരണമായി അവർ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങളിൽ ഒരാൾ ആദ്യം മരിച്ചു പോയാൽ പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂല, അതുകൊണ്ട് രണ്ടാൾ ഒരുമിച്ച് മരിക്കുക എന്ന് തീരുമാനിച്ചു എന്നാണ് അവർ പറഞ്ഞ കാരണം. ആ കാരണം ശരിയാണ് എന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടോ? ആരാണ് ആദ്യം മരിക്കുക എന്ന് ആർക്കെങ്കിലും അറിയോ? അറിയില്ല. മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത ആൾ മരിക്കൂല എന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഉറപ്പില്ല. എന്നാൽ സൂയിസൈഡ് ചെയ്യുക, ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതൊരു വളരെ പുരോഗമിച്ച ഒരു സമൂഹത്തിൻ്റെ നല്ല ഏറ്റവും പുതിയ ഒരു തലമുറയുടെ നല്ല അടയാളമാണ് എന്ന് പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. വളരെ നല്ല കാര്യമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വേറെ ഒരാൾ പറയണത് എന്താണെന്നറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. പ്രായമായി കഴിഞ്ഞ ആളുകൾ, ഇപ്പം ഒരാൾക്ക് പ്രായമായി, നല്ലോണം പ്രായമായി എന്ന് നമ്മൾ എത്ര വയസ്സാവുമ്പോഴാ പറയാ? 50ഓ 80ഓ? ആയിക്കോട്ടെ, എത്ര ആണെങ്കിലും പ്രായമായി, ഇനി പ്രൊഡക്റ്റീവ് ഏജ് കഴിഞ്ഞു, ഇനി അയാളെ കൊണ്ടൊരു വരുമാനം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല, ജോലിക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ ബിസിനസ് ലീഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അയാളെ കൊണ്ടൊരു പ്രൊഡക്റ്റീവായി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ സ്വയം ഈ ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം. അഥവാ അവർ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടോ, അല്ലെങ്കിൽ പുതിയ കാലത്ത് ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാനുള്ള പ്രത്യേക മെഷീനുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്, അതിനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്. അതിൻ്റെ ഉള്ളിൽ പോയി കടന്നു കൊടുത്താൽ മതി. അപ്പം എന്ത് ചെയ്യും? അതിലേക്ക് എന്തെങ്കിലും വായു ഒക്കെ കടത്തി വിട്ടിട്ടോ ഒക്കെ മരണപ്പെടാം. അതിനുള്ള അവസരങ്ങൾ. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയ ഒരു നന്മയാണ് എന്നാണ് അവർ പറയുന്നത്. എൻ്റെ ചോദ്യം, ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് മോശപ്പെട്ട കാര്യമാണ്, ഭീരുക്കളുടെ അടയാളമാണ്. ഒരു നല്ല ധൈര്യമുള്ള, ജീവിതത്തെ നന്നായി നേരിടാൻ കരുത്തുള്ള ഒരാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യൂല, ഒരു സംശയവുമില്ല അത്, അല്ലേ? ലോകത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത് എന്ന ചിന്ത ആളുകൾക്ക് വരാനുള്ള കാരണം എന്താ? പ്രായമായി കഴിഞ്ഞാൽ പരിഗണിക്കാനും പരിചരിക്കാനും മക്കളില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് ആൾക്കാർക്ക് അങ്ങനെ തോന്നുക. നല്ല മക്കളുണ്ട്, ആ മക്കള് മാതാപിതാക്കളെ നന്നായി പരിഗണിക്കും, അവരെ പരിചരിക്കും, അവരുടെ രോഗം ചികിത്സിക്കും, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ യെസ്, അപ്പോൾ എന്നെ പരിഗണിക്കാൻ എൻ്റെ കൂടെ ആളില്ല എന്നൊരു തോന്നലാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണതാണ് നല്ലത് എന്ന് ചിന്തിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നത്. പ്രായമായ ആളുകൾക്ക് സംരക്ഷണം വേണം, ചെറിയ കുട്ടികൾക്കും സംരക്ഷണം വേണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ 6 മാസമായ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ഉമ്മ ആ കുട്ടിയെ പാല് കൊടുക്കൂല, ഭക്ഷണം കൊടുക്കൂല, ഉമ്മ അങ്ങനെ മൈൻഡ് ചെയ്യാതെ പോണൊരു ഉമ്മയാണെങ്കിൽ ആ കുട്ടി വളരുമോ? ശരിക്ക് ഇല്ല. 2 വയസ്സായ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 3 വയസ്സായ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളെ വീട്ടുകാരും അവരുടെ ഒരു കാര്യവും ശ്രദ്ധിക്കണില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ വളർച്ച ശരിയായി നടക്കുമോ? നടക്കൂല. 60 വയസ്സായ ഒരു വല്യുപ്പ അല്ലെങ്കിൽ ഒരു വല്യുമ്മ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക. അവർക്ക് മരുന്നെടുത്ത് കൊടുക്കാൻ ആളില്ല, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിളമ്പി കൊടുക്കാൻ ആളില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശരിയായി നടക്കുമോ? നടക്കൂല. ഒരു 18 വയസ്സ്, 20 വയസ്സ്, 25 വയസ്സൊക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ അവരാരും പരിഗണിച്ചില്ല എന്ന് വിചാരിക്കുക, മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അവർക്ക് സ്വന്തമായി ചിലപ്പോൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ കഴിയും, അവരവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഭക്ഷണം പോയി വാങ്ങാൻ പറ്റും, അവർക്ക് സ്വന്തമായി ജീവിക്കാൻ സാധിക്കും. എന്നാൽ മറ്റുള്ളവരിലേക്ക് ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ, ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, പ്രായമായ ആളുകളാകാം, ചെറിയ കുട്ടികളാകാം, അവർക്ക് പരിചരിക്കാനും പരിഗണിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാവണം.
ആ പോയിന്റിൽ ഞാനും നിങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമല്ലല്ലോ? എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ല അതിലുള്ളത്? ആണ്. സംശയം ഉണ്ടോ? അല്ലല്ലോ, നമ്മളൊരേ അഭിപ്രായത്തിലാണ്. അപ്പൊ കുടുംബം എന്ന സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നടക്കുക. കുടുംബം എന്നുള്ള സംവിധാനമൊന്നും ആവശ്യമില്ല എന്ന ചിന്ത പല ആളുകൾക്കിടയിലുണ്ട്. അങ്ങനെ കുടുംബമായി മനുഷ്യൻ ജീവിക്കൊന്നും വേണ്ട. മൃഗങ്ങളും ജീവിക്കണില്ലേ? മൃഗങ്ങളിലെ ആടുകൾ പറയുന്നുണ്ടോ അതിൻ്റെ പുതിയാപ്പിളയാണ്, ഇതിൻ്റെ പുതിയെണ്ണാണ്? അങ്ങനെ ആടുകൾ പറയുന്നുണ്ടോ? ആന പറയുന്നുണ്ടോ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞു എന്ന് ആന പറയുന്നുണ്ടോ? അങ്ങനെയൊക്കെയാണ് ആളുകൾ ചിന്തിക്കുക. അങ്ങനെ മൃഗങ്ങളൊന്നും കല്യാണമൊന്നും കഴിക്കലില്ല. മനുഷ്യന്മാർക്കും കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കുടുംബമായി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു ബാധ്യതയാണ്. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തടസ്സം നിൽക്കുന്ന കാര്യമാണ് എന്നൊക്കെ ആര് പറയും? ചില ആളുകൾ പറയും. അങ്ങനെ കല്യാണമൊന്നും കഴിക്കണ്ട എന്ന് ചിന്തയിൽ നടക്കുന്ന ആളുകളുണ്ട്. നമുക്ക് ആ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റുമോ? കല്യാണം കഴിക്കാതെ ഇപ്പോൾ രണ്ടാളുകൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതിലൂടെ അവർക്ക് മക്കളുണ്ടാകുന്നതിലൂടെയാണ് അവർ മാതാപിതാക്കളായി മാറുന്നത്. ആ മക്കൾക്ക് പിന്നെ പേരമക്കൾ ഉണ്ടാകുന്നതിലൂടെയാണ് ഇവർ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആയി മാറുന്നത്. ഈ മക്കൾക്ക് ജോലിയും വരുമാനവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇവരെ പ്രായമായ ആൾക്കാരെ പരിചരിക്കാൻ ആളുകൾ ഉണ്ടാവുന്നത്. ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഉമ്മ മാത്രം ഉള്ള വീടാണെന്ന് വിചാരിക്കുക. ഉമ്മ മാത്രമുള്ള വീടാണ്. ഉമ്മ മാത്രമുള്ള വീട് എന്ന് പറഞ്ഞാൽ അവിടെ മക്കളില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഉപ്പ എന്ന് പറയാൻ വിവാഹത്തിലൂടെ ബന്ധമുള്ള ഒരാളില്ല. അതിങ്ങനെ ഏതോ ഒരു മനുഷ്യൻ ഇവർക്ക് അവരിൽ ഒരു മകൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മകളുണ്ടായിട്ടുണ്ട്, ഗർഭമുണ്ടായി, പ്രസവം നടന്നൊരു കുട്ടിയുണ്ട്. ഓക്കെ, അച്ഛനാണ്, ഉപ്പയാണ് ലീഗലി വിവാഹം കഴിയാത്ത ആളുകൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ച് അത് പിന്നെ എന്തെങ്കിലും പേരിൽ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാലും സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാലും അങ്ങനെ പുതിയ പല പേരുകളുണ്ട്. ഒരു ഡേ മാത്രം ഒരുമിച്ച് കഴിഞ്ഞു അതിൻ്റെ പേരിലാണെങ്കിലും എന്തെങ്കിലും പേരിൽ ഒരു സന്താനം ഉണ്ടായി. ആ കുട്ടിയെ പരിചരിക്കേണ്ടത്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആരാണ്? അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആരാണ്? അവിടെ ആ ഉമ്മ മാത്രമേ ഉണ്ടാവണുള്ളൂ. അച്ഛൻ എന്ന് പറയുന്ന, ഉപ്പ എന്ന് പറയുന്ന ആളവിടെ ഉണ്ടോ? ഉണ്ടാവണില്ല. ലോകത്ത് ജയിലുകളിൽ കുട്ടികളായ കുറ്റവാളികൾ ഉള്ള ജയിലുകളിൽ ആ കുറ്റവാളികൾ കൂടുതലുള്ള കുറ്റവാളികൾ ഉണ്ടല്ലോ, ചെറിയ കുട്ടികൾ കുറ്റവാളികളായി വന്ന, കുറ്റവാളി എന്ന് പറഞ്ഞാൽ അറിയില്ല? ഞാനൊരു ക്ലാസ്സിൽ കുറ്റവാളി എന്ന് പറഞ്ഞപ്പോൾ ഓൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കണം. കുറ്റവാളി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആ ക്രിമിനൽസ് ആയ ആളുകൾ എവിടെ ഉണ്ട്? കുട്ടികളായിട്ട് ജയിലിലുണ്ട്. ആ ജയിലിൽ അവരുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അവരിലധികം ആളുകളും ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളുകളല്ല. സിംഗിൾ പാരൻ്റ് ആണ് അവരുടേതൊക്കെ. ഒന്നുകിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ അവരെ വളർത്തുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും കൂടി, ഉമ്മയും ഉപ്പയും കൂടി വളർത്തുന്ന കുട്ടികളിൽ കുറ്റവാസന, ക്രിമിനൽ മെൻറ്റാലിറ്റി കുറയും. അവർക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധം ഉണ്ടാവും. ഡിപ്രഷൻ ബാധിച്ച കുട്ടികളുണ്ട്. അവരുടെ കാരണം എടുത്ത് പരിശോധിക്കുമ്പോൾ അവരിൽ കുറേ ആളുകൾ ഫാമിലിയിൽ പ്രശ്നങ്ങളുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഫാമിലി തന്നെ ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ ഫാമിലിയായി കഴിയുക, കുടുംബമായി കഴിയുക എന്നുള്ളത് ഒരു കുട്ടിക്കാണെങ്കിലും മുതിർന്ന ആൾക്കാണെങ്കിലും അയാളുടെ ഒരു നല്ല ജീവിതത്തിന് വളരെ ആവശ്യമുള്ള, വളരെ അനിവാര്യമായ ഒരു വിഷയമാണ്. ഈ വിഷയത്തിലും നമ്മൾ തമ്മിൽ ഒരേ അഭിപ്രായക്കാരനെയല്ലേ? ആണ്. അപ്പോൾ ഈ ഫാമിലി സംവിധാനത്തെ, കുടുംബം എന്ന സംവിധാനത്തെ തകർത്ത് കളയുന്ന കുറേ ഘടകങ്ങൾ, കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചു നോക്കുക, 2 പെൺകുട്ടികൾ അല്ലെങ്കിൽ 2 ആൺകുട്ടികൾ, അല്ലെങ്കിൽ 2 മുതിർന്ന സ്ത്രീകൾ, 2 ആളുകൾ, അല്ലെങ്കിൽ മുതിർന്ന 2 പുരുഷന്മാർ, അവർ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളെയല്ല വിവാഹം ചെയ്യണത്, ഞങ്ങൾ സെയിം സെക്സിലുള്ള ആളോടൊപ്പം ഒരുമിച്ച് താമസിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ഞാൻ ലെസ്ബിയനാണ്, അല്ലെങ്കിൽ ഞാൻ ഗേ ആണ്, അപ്പോൾ എനിക്ക് പങ്കാളിയായി ഓപ്പോസിറ്റ് സെക്സിലെ ആളെ വേണ്ട, ഞാൻ എന്ത് ചെയ്യുക, സ്വന്തം സെക്സിലെ ആളോടൊപ്പം ജീവിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. 2 ആളുകൾ തമ്മിൽ അങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. എന്താണ്, ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം. 2 ആളുകൾ തമ്മിൽ പരസ്പരം സെക്സ് പങ്കിടുന്നതിൽ, ലൈംഗികത ആസ്വദിക്കുന്നതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശ്യം, അതിൻ്റെ ലക്ഷ്യം എന്താ? 2 ആളുകൾ ഒരുമിച്ച് അവർ ശരീരം പങ്കിടുകയാണ്. അതിലെന്താണ് അവരുടെ ഉദ്ദേശ്യം? എന്താണ്? ചോദിക്കാൻ പാടില്ലേ?
ഇല്ലേ? പറയില്ല, പറയാൻ പറ്റില്ല. രണ്ടാളുകൾ തമ്മിൽ ഒരുമിച്ച് അവർ ശരീരം പരസ്പരം പങ്കുവെക്കുന്നതിലെ ഉദ്ദേശ്യം എന്താണ്? ഒന്നാമത്തെ ഉദ്ദേശം അവർക്ക് ആസ്വാദനം കിട്ടുക എന്നുള്ളതാണ്. അവർക്ക് ലൈംഗികമായ ആസ്വാദനം കിട്ടുക എന്നുള്ളതാണ്. ഇനി ലൈംഗികമായി പരസ്പരം ആസ്വദിക്കുക എന്നുള്ളതിൻ്റെ അടുത്ത ലക്ഷ്യം എന്താണ്? അത് പ്രത്യുൽപാദനമാണ്. പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറകൾ ഉണ്ടായി വരിക എന്നുള്ളതാണ്. അതാണ് ഈ പരസ്പരം ലൈംഗികത പങ്കുവെക്കുന്നതിലെ പ്രധാന ലക്ഷ്യം. അതിൻ്റെ എയിം അതാണ്. പക്ഷെ ഒരാൾ ലെസ്ബിയൻ ആകുകയാണ് അല്ലെങ്കിൽ ഗേ ആകുകയാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും യഥാർത്ഥത്തിൽ അവിടെ നടക്കണില്ല. അവർക്ക് പരസ്പരം ശരീരം ആസ്വദിക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. രണ്ട്, പ്രത്യുൽപാദനം എന്ന സംഗതി അവിടെ ഒരിക്കലും നടക്കണില്ല. പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ ആണും പെണ്ണും തമ്മിലാകണം, എങ്കിലേ അവിടെ പ്രത്യുൽപാദനം ഉണ്ടാവുള്ളൂ. ഇതിൽ പ്രത്യുൽപാദനം ഉണ്ടാവണില്ല, അടുത്ത ജനറേഷൻ ഉണ്ടാവണില്ല. അപ്പോൾ ഇതൊരു വെറുതെ ഒരു ഏർപ്പാടാണ്, ഒരനാവശ്യമായി വെറുതെ ഒരു ഏർപ്പാടാണ്. ഫാമിലി എന്ന സിസ്റ്റത്തെ സമ്പൂർണ്ണമായി തകർക്കണ ഏർപ്പാടാണ്. എന്നാൽ ഈ സംവിധാനത്തെ പറ്റി ചില ആളുകൾ ചോദിക്കും, അത് അവർ രണ്ടാളും അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ അവർ ജീവിച്ചോട്ടെ, അവരെന്തിനാണ് നമ്മൾ എതിർക്കാൻ പോണത്? നിങ്ങൾ സമൂഹത്തിൽ എന്തിനാണ് അവരെ വേറെ കാണുന്നത്? എന്തിനാണ് മോശമായി അവരെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ ആളുകൾ ചോദിക്കും. ഇപ്പോൾ ഒരു ടി വി ഷോ ഉണ്ട്. ടി വി ഷോയിൽ ഒരു ലെസ്ബിയൻ കപ്പിൾസ് അതിൽ വന്നിരുന്നു അല്ലേ? ആയിക്കോട്ടെ, പേര് പറയണ്ട, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം. അപ്പോൾ പേര് പറയാതെ തന്നെ നമുക്കതറിയാം, ആയിക്കോട്ടെ. ഏതായാലും ആ ലെസ്ബിയൻ കപ്പിൾസ് അതൊരു ആളുടെ ഒരു നോർമൽ അവസ്ഥയാണ് എന്നാണ് അവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ ആളുകൾക്കിടയിൽ നോർമൽ കാര്യമാണെന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇത് ലോകത്തൊക്കെ എമ്പാടും എല്ലായിടത്തും ഉള്ളതാണ് എന്നാണ് ആ മഹാനടൻ എന്നറിയപ്പെടുന്ന മോഹൻലാൽ പ്രസ്താവിച്ചത്. ലോകത്തൊക്കെ എമ്പാടും ഉള്ളതല്ലേ, നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ലോകത്തെ എത്ര രാജ്യങ്ങളിലാണ് സ്വവർഗ വിവാഹം അനുവദിച്ചിട്ടുള്ളത്? ആകെ 34 രാജ്യങ്ങളിലെ സ്വവർഗ വിവാഹം അനുവദിച്ചിട്ടുള്ളൂ. ഇന്ത്യയിൽ ഒരേ സെക്സിൽപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ അനുവാദം കിട്ടിക്കണോ? അനുവാദം കിട്ടിയിട്ടില്ല. വിവാഹം ലീഗലി വിവാഹം ചെയ്യാനുള്ള അനുവാദം ഇന്ത്യയിലില്ല. എന്നാൽ രണ്ടാളുകൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പം ഇന്ത്യയിൽ നിങ്ങൾ ഈ റൂമിൽ ആരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നത്, ആ വീട്ടിൽ ആരൊക്കെ ഒരുമിച്ച് താമസിക്കണം, അത് അന്വേഷിച്ചു പോകാൻ ഇവിടെ ഇന്ത്യയിൽ നിയമമല്ല. അപ്പം ഇന്ത്യയിൽ അങ്ങനെ താമസിച്ചു എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കെതിരെ കേസോ കുറ്റങ്ങളോ ഒന്നും വരില്ല. ഇന്ത്യയിൽ ഞാൻ പറയാം, ഇസ്ലാമിൽ പ്രശ്നമില്ല എന്നല്ല, ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാവില്ല. ലോകത്ത് വളരെ കുറഞ്ഞ രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക, അതുപോലെ തന്നെ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇതാദ്യം ലീഗലായിരുന്നു. ഇങ്ങനത്തെ വിവാഹങ്ങളൊക്കെ ചെയ്യാം എന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വിവാഹങ്ങൾ ലീഗലല്ല, നിയമപ്രകാരം അത് അനുവാദമല്ല. കാരണം എന്താ? ഈ രാജ്യങ്ങൾക്കൊക്കെ ഇതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങൾ എന്താന്ന് മനസ്സിലായി. ഇപ്പം ഞങ്ങളോട് ചോദിക്കാം, ലോക ജനസംഖ്യയിലെ 1% താഴെ ആളുകൾ മാത്രമാണ് ഇങ്ങനെ കുടുംബം എന്ന സംവിധാനം ഇല്ലാതെ ഒരേ സെക്സിൽപ്പെട്ട ആളുകളുമായി, തൻ്റെ ജെൻഡറിൽപ്പെട്ട ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ എത്ര ഉണ്ടാവും ലോക ജനസംഖ്യയിൽ? 1% താഴെ ഉണ്ടാവുള്ളൂ, 1% താഴെ ഉണ്ടാവുള്ളൂ. എയ്ഡ്സ് എന്ന മാരക രോഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എയ്ഡ്സ്, HIV കേട്ടിട്ടില്ലേ? കേട്ടിട്ടു. HIV അറിയില്ലേ? HIV, എയ്ഡ്സ് എന്ന മാരക രോഗം. ഈ മാരക രോഗം ലോകത്ത് ഉള്ള ആളുകളിൽ 70% അല്ലെങ്കിൽ 80% ആളുകളും ലോക ജനസംഖ്യയിൽ ആകെ ഈ 1% വരുന്ന സ്വവർഗ അനുരാഗികളുണ്ടല്ലോ, പിന്നെ സെയിം സെക്സിലെ ആളുകളുമായി, സെയിം ജെൻഡറിലെ ആളുകളുമായി സ്വകാര്യതയിൽ ശരീരം പങ്കുവെക്കുന്ന ആളുകൾ. ഈ ആളുകളിലാണ് ഈ 70%-ലധികമുള്ള രോഗികളും. നിങ്ങൾക്ക് അതിൻ്റെ കണക്കിൻ്റെ വലുപ്പം മനസ്സിലായോ? ആകെ 1% മാത്രമേ ഇവരുള്ളൂ. ആ 1%-ലാണ് ലോകത്തുള്ള മൊത്തം എയ്ഡ്സ് രോഗികളുടെ എണ്ണം എടുത്താൽ അതിലെ 70%-ലധികം ആളുകളും ഈ 1%-ലാണ്. ഇപ്പം നോക്കി, നിങ്ങൾക്കറിയോ ഒരു എയ്ഡ്സ് രോഗി ഒരു നാട്ടിലുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാവുക? അയാൾക്ക് മാത്രമാണോ അതിൻ്റെ പ്രശ്നം? അല്ല, അയാൾക്ക് പ്രശ്നമാണ്, അയാളുടെ ഭാര്യയ്ക്ക് പ്രശ്നമാണ്, അയാളുടെ മക്കൾക്ക് പ്രശ്നമാണ്, അല്ലേ? സമൂഹത്തിന് അയാൾ ബാധ്യതയാണ്.
കാരണം കുറേ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അത് തലമുറകൾ, അയാളുടെ മക്കൾ, അയാളുടെ പേരമക്കൾ, അവരിലേക്കൊക്കെ ഈ അസുഖം പടരാനും പകരാനും ഒക്കെ കാരണമായാൽ അത് അതിനേക്കാൾ വലിയ ദുരന്തമാണ്. അപ്പൊ ഈ സ്വവർഗാനുരാഗം, സ്വന്തം സെക്സിലുള്ള ഞാനൊരു ലെസ്ബിയൻ ആണ് അല്ലെങ്കിൽ ഞാനൊരു ഗേ ആണ് എന്ന് പറയുന്നതിലൂടെ എയ്ഡ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു മങ്കി പോക്സ് ഉണ്ടായ സമയത്ത് ഒരു ഗൈഡ് ലൈൻ പുറത്തിറക്കിയിരുന്നു. ആ ഗൈഡ് ലൈനിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലെസ്ബിയൻ അനുരാഗികൾ അതുപോലെ ഗേ സെക്സിൻ്റെ ആൾക്കാർ അവർ ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം എന്നാണ് WHO ഗൈഡ് ലൈൻ ഉണ്ടായത്. അതെന്തിനാ? ഈ കുരങ്ങുപനി, മങ്കി പോക്സ് കൂടുതൽ വ്യാപിച്ചത് ആരിലാണ്? ഈ ഗേ അനുരാഗികളിലാണ്, ഗേ ആളുകൾക്കിടയിലാണ്. അപ്പോൾ ലോകത്ത് ഒരുപാട് ദുരന്തങ്ങൾ ഇതുകൊണ്ടുണ്ട്. അപ്പം ഞാനൊരു ലെസ്ബിയൻ ചിന്താഗതി ഉള്ള ആളാകൂല, ഞാൻ ഒരു ഗേ ചിന്താഗതി ഉള്ള ആളായി മാറൂല എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ഒന്ന്, നമുക്ക് വേണ്ടി. രണ്ട്, ഈ സമൂഹത്തിന് വേണ്ടിയാണ്. അപ്പം നമ്മൾ എന്താണ് അതിൽ പടച്ചോൻ നമ്മളോട് പറഞ്ഞത്? നമ്മളെ സംബന്ധിച്ചോളം വളരെ എളുപ്പമുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരു മന്ത്രിയായി മാറി എന്ന് വിചാരിക്കാം, മന്ത്രി, അല്ലെങ്കിൽ നമ്മളൊരു MLA ആയി മാറി, അല്ലെങ്കിൽ നമുക്കൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെ കിട്ടിയാൽ ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തം കിട്ടിയ അല്ലെങ്കിൽ ആ ഒരു നാടിൻ്റെ ഭരണം കിട്ടിയ നമ്മൾ എന്തു ചെയ്യണം എന്നതിൽ കൃത്യമായ ഗൈഡ് ലൈൻസ് ആര് തന്നിട്ടുണ്ട്? അള്ളാഹു തന്നിട്ടുണ്ട്, ഇസ്ലാം തന്നിട്ടുണ്ട്, കൃത്യമായ മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട്. നമ്മളൊരു ഉപ്പയാണെങ്കിൽ, നമ്മളൊരു ഉമ്മയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, എന്തെല്ലാം പറ്റൂല എന്നുള്ളതിൽ കൃത്യമായ ഗൈഡ് ലൈൻസ് നമുക്കുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല, അതിലും നമുക്ക് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. നമുക്ക് ഏത് രംഗങ്ങളിലും കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പോൾ ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ സ്വഹാബത്തിനെ കളിയാക്കിയിരുന്നു. നിങ്ങൾ റസൂല് ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് പറഞ്ഞുതരികയാണോ? എങ്ങനെയാണ് ബാത്റൂമിൽ, ടോയ്ലറ്റിൽ എങ്ങനെ ഇരിക്കേണ്ടത് നടക്കം നിങ്ങൾക്ക് പറഞ്ഞുതരിക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളെ കാര്യം എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ നിസ്സാരമായ കാര്യം മുതൽ അന്താരാഷ്ട്ര കാര്യം വരെ, കുടുംബകാര്യങ്ങളടക്കം എല്ലാ കാര്യത്തിലും കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പം നമുക്ക് നല്ല സുഖ. എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു സന്ദർഭത്തിലെത്തി, ഒരു സിറ്റുവേഷനിലെത്തി, അല്ലെങ്കിൽ നമുക്കൊരു പൊസിഷൻ കിട്ടി. അപ്പോൾ നമ്മൾ ആ പൊസിഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇസ്ലാമിലേക്ക് നോക്കിയാൽ മതി. നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ഉണ്ടാക്കി അവിടെ ഈ സാഹചര്യം എങ്ങനെ പരിഗണിക്കണം എന്ന് ആലോചിച്ചുണ്ടാക്കേണ്ട ഒരു സാഹചര്യം നമുക്കില്ല. നമുക്ക് ലളിതമായി ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇസ്ലാം അങ്ങനെ സമഗ്രമായി നമുക്ക് എല്ലാ വിഷയത്തിലും കാഴ്ചപ്പാട് നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് താല്പര്യം തോന്നുന്നത്, ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനോടാണ് താല്പര്യം തോന്നുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കണം. ഇത് പണ്ട് മാനസിക രോഗത്തിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഏത്? സ്വന്തം സെക്സിലെ ആളുകളോട് താല്പര്യം തോന്നുക എന്നുള്ളത് മാനസിക രോഗത്തിൻ്റെ ലിസ്റ്റിലായിരുന്നു. അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ മാനസിക രോഗങ്ങളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ആ ലിസ്റ്റിൽ DSM-4 വരെ ഇത് മാനസിക രോഗമായിരുന്നു. എന്നാൽ DSM-5 എത്തിയപ്പോൾ അത് മാനസിക രോഗമല്ല എന്ന്, അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് അത് വെട്ടി ഒഴിവാക്കി. അപ്പം നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ അത് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ നല്ല പഠനം നടത്തി, കുറേ ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്തി, ഇത്തരം ആളുകളെയൊക്കെ പരിശോധിച്ച് അവരുടെ മനോനില ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ഇതൊരു മാനസിക രോഗമല്ല എന്ന് കണ്ടെത്തിയതാകുന്നു. അല്ല. ഇതെങ്ങനെ മാറിയത്? ഈ LGBTQ ആളുകളുണ്ടല്ലോ, അവർ ഈ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ്റെ യോഗം നടക്കുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇത് മാനസിക രോഗങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് വെട്ടണം എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധങ്ങളുണ്ടായി, സമ്മർദ്ദമുണ്ടായി. അങ്ങനെ ഗുണ്ടായിസം കാണിച്ച്, തർക്കിച്ച്, വോട്ടിനിട്ട് ഈ സൈക്യാട്രിക് അസോസിയേഷനിലേക്ക് അടക്കം അവരുടെ ആശയക്കാരായ ആളുകളെ തിരുകി കയറ്റി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇത് ലിസ്റ്റിൽ നിന്ന് മാറിയത്. സത്യത്തിൽ അതിപ്പോൾ മാനസിക രോഗമാണോ? അല്ലേ? ആണ്. ഒറിജിനലി അത് മാനസിക രോഗമാണ്. ഒരാൾക്ക് ആണിനോട് അട്രാക്ഷൻ തോന്നുക എന്ന് പറഞ്ഞാൽ അതൊരു മാനസിക രോഗമാണ്. ഒരു പെണ്ണിനോട് അട്രാക്ഷൻ തോന്നുക എന്ന് പറഞ്ഞാൽ അതൊരു മാനസിക രോഗമാണ്. പക്ഷെ അത് മാനസിക രോഗമല്ല എന്ന് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് ഒരിക്കലും ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. പിന്നെ
ഗുണ്ടായിസത്തിലൂടെയാണ്. ഗുണ്ടായിസത്തിലൂടെ തീരുമാനമായ കാര്യം എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? അപ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കേണ്ടതാ, ലോകം മുഴുവൻ അംഗീകരിക്കണില്ല. ഇതെല്ലായിടത്തും നോർമലാണെന്നാ, എല്ലായിടത്തും നോർമലല്ല. ഇത്തരം ചെയ്തികൾ ചെയ്യുന്ന ആളുകളെ വളരെ മോശമായിട്ടാണ് സമൂഹം കാണുന്നത്. വൃത്തികെട്ടവരാണത്, തോന്നിയാസികളാണ്, തെമ്മാടികളാണെന്നാണ് പറയുന്നത് സമൂഹം മൊത്തം. വളരെ കുറച്ച് ആളുകൾ ഇതിങ്ങനെ ഭയങ്കര സംഭവമാണ് അതൊരാളുടെ. ഇപ്പോൾ ഞാൻ പറയാം, ഈ നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ, ഇവൻ്റെ കയ്യിൽ നല്ലൊരു വാച്ചുണ്ട്, നല്ല വില കൂടിയൊരു വാച്ചാണ്. ഇവൻ്റെ കയ്യിൽ നല്ലൊരു വാച്ചുണ്ട്. ഇത് ഓൻ എന്ത് ചെയ്തു? ഒന്നു കൊടുക്കണ സമയത്ത് ഇത് അവിടെ ആ പൈപ്പിൻ്റെ അവിടെ അഴിച്ചു വെച്ചു. അപ്പം എനിക്ക് ആ വാച്ച് കണ്ടപ്പോൾ എന്തു തോന്നി? ഈ വാച്ച് എടുക്കണമെന്ന് തോന്നി. എനിക്കൊരു കാര്യം, എൻ്റെ തോന്നൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഞാൻ ആ വാച്ച് എടുത്തു. പോകാൻ പറ്റുമോ? പോണതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പറയുന്നത്, ഓൻ പറയും നിങ്ങൾ പോയിക്കോളി, വാച്ച് ഇവിടെ വെച്ചോളി, പറയില്ലേ? പറയും. എന്തേ എൻ്റെ തോന്നലിന് എന്തേ നിങ്ങൾ സമ്മതിക്കാത്തത്? അതൊരു തെറ്റായ തോന്നലാണ്, തെറ്റായ തോന്നലാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചങ്ങായി ഇരിക്കണുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഓൻ്റെ തലമണ്ടക്ക് നല്ലൊരു കുത്തു കൊടുക്കണം, ഒരു ഇടി കൊടുക്കണം തോന്നുക. ഞാൻ ഇടി കൊടുക്കാം, നിങ്ങളിന്നെ സമ്മതിക്കുമോ? സമ്മതിക്കൂല. ഓൻ സമ്മതിക്കും. അപ്പോൾ നമ്മൾ ഓനെ ഇടിക്കുക, സമ്മതിക്കൂലെന്ന് പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പോൾ ഇടി കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. എൻ്റെ തോന്നൽ നിങ്ങൾ സമ്മതിക്കണ്ടേ? സമ്മതിക്കൂല. എല്ലാ തോന്നലുകളെയും സമ്മതിക്കാൻ പറ്റൂല. ഓരോരുത്തർക്ക് പലതും തോന്നും, ആ തോന്നലുകളെ എല്ലാം അംഗീകരിക്കാൻ പറ്റില്ല. അതേമാതിരി ആളുകൾക്കുള്ള തെറ്റായൊരു തോന്നൽ. കള്ളൻ എന്തുകൊണ്ടാണ് വലിയ കവർച്ചകൾ നടത്തുന്നത്? കള്ളന് കക്കാൻ തോന്നുന്നതുകൊണ്ടാണ്, അല്ലേ? ഒരാൾ എന്താണ് കൊലപാതകിയായി മാറുന്നത്? എപ്പോഴാണ് ഒരാൾ മറ്റൊരാളെ കൊല്ലണത്? അയാൾക്ക് കൊല്ലാൻ തോന്നുന്നതുകൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും തെറ്റായ കുറേ തോന്നലുകൾ ഉണ്ടാവും. ആ തോന്നലുകളെല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. അത്രയേ ഉള്ളൂ. ഇവിടെ കുടുംബം എന്നൊരു സംവിധാനം ഇല്ലാതാക്കുന്ന പല ഘടകങ്ങൾ, അതിലെ ഒരു ഘടകത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ ഭാഗങ്ങൾ ഡോക്ടർ സംസാരിച്ചിരുന്നു, അല്ലേ? കുടുംബം എന്നുള്ള സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കണം. കുടുംബം എന്ന സംവിധാനത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന മറ്റൊരു ചിന്താഗതിയാണ് ഈ സ്വർഗലൈംഗികത എന്ന ചിന്താഗതി. അത് നമുക്കിടയിലേക്ക് അത് കൊണ്ടുവരാനും അതൊക്കെ നോർമൽ കാര്യമാണെന്നും അതൊക്കെ എല്ലാവരിലും ഉള്ളതാണെന്നൊക്കെ പറയാനുള്ള നല്ല ശ്രമങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കും അത്തരം ചിന്താഗതികൾ കടന്നു വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം അങ്ങനെ ആർക്കും വന്നിട്ടുണ്ടാവില്ല. പക്ഷേ അതൊക്കെ ഒരു നോർമൽ കാര്യമില്ല, എന്തിനാ ഇപ്പം നമ്മൾ അവരെ എതിർക്കാൻ പോണത് എന്നൊക്കെ തോന്നുന്ന, അതവരുടെ സത്വമാണ്, അതവരുടെ ഐഡൻറ്റിറ്റിയാണ്, അവരങ്ങനെയാണ് പടച്ചത്, പടച്ചോൻ അവരങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നൊക്കെയുള്ള തോന്നലുകളും ന്യായീകരണങ്ങളൊക്കെ മനസ്സിൽ വരാനുള്ള. നിങ്ങൾ രണ്ടാളും ഇപ്പം തന്നെ ഇങ്ങോട്ട് വരില്ലേ? ഹലോ ഹലോ, നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരില്ലേ ഇപ്പോൾ? നിങ്ങളെ വെയിറ്റ് ചെയ്യാട്ടോ. ഓക്കെ, വരി. ഇരുന്നോളി. ഓപ്പോൾ വരും, ഓൻ്റെ ആവശ്യം കഴിഞ്ഞാൽ വരും. പോണോല് പറഞ്ഞിട്ട് പോകണം കേട്ടോ, അത്യാവശ്യമുള്ളവർ എന്നോട് പറഞ്ഞിട്ട് പോകണം. യെസ്. അപ്പോൾ പറഞ്ഞതിൽ എതിരഭിപ്രായം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പറയാം. ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, ധൈര്യമായിട്ട് പറയാം, പ്രശ്നമില്ല. പറഞ്ഞ പോയിന്റിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഇല്ല, ഉണ്ട്, ഇല്ല. യെസ്, ഓക്കെ. അപ്പോൾ കുടുംബം എന്ന ഈ ഒരു വലിയ ഒരു തണൽ മരം, നല്ല ഒരു സംവിധാനം, ആ സംവിധാനം ഇല്ലാതായി കഴിഞ്ഞാൽ കുറേ അധികം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകും. കുറേ ആളുകൾ തോന്നിയാസികളായി ജീവിക്കും, കുറേ ആളുകൾ കൊലപാതകികളായി മാറും. ഇതൊക്കെ അതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, കുറേ ആളുകൾ പാശ്ചാത്യ നാടുകളിലെ ക്രിസ്ത്യാനികൾ കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നൊരു വാർത്ത ഉണ്ട്. അവിടെ എന്തോ ഒരു സംശയം ഉണ്ട് തോന്നുന്നുണ്ട്, അല്ലേ? അല്ല, ഇജ്ജ് കുറേ നേരം ഓളോട് സംശയം ചോദിക്കണം കേട്ടു. ഓൾക്ക് ഉത്തരം അറിയില്ല, എനിക്കാണ്, അല്ല വിളേ ഓളോട് സംശയം, ഓൾക്ക് ഉത്തരം അറിയില്ല, ഉത്തരം എനിക്കറിയാം. എന്നോട് ചോദിച്ചോട്ടാ, പറഞ്ഞിട്ടില്ലേ? എന്നാ എൻ്റെ ഒച്ച കേട്ടു ഞാൻ ഇങ്ങോട്ട്. ഓക്കെ, അപ്പം എന്നോട് സംശയം ചോദിക്കട്ടോ, പ്രശ്നമില്ല, നിങ്ങൾ അങ്ങോട്ട് സംശയം ചോദിക്കല്ലേ. ഈ പാശ്ചാത്യ നാടുകളിൽ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ചില ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. എന്താണ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് അവർ മാറാനുള്ള കാരണം? ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ
ക്രിസ്ത്യൻ സമൂഹത്തിൽ ഈ സ്വവർഗ വിവാഹങ്ങൾ ചെയ്യുന്നത് അനുവദനീയമല്ല. പക്ഷേ അവരിലെ പോപ്പ് പറഞ്ഞു സ്വവർഗ വിവാഹം ചെയ്ത ആളുകളെ അത് വിവാഹം ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റൂല, പക്ഷേ അവരങ്ങനെ വിവാഹം ചെയ്തു വന്നാൽ അവരെ അനുഗ്രഹിക്കാം, അത് അവരുടെ ഒരു ചടങ്ങാണ്, അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് കുടുംബ സംവിധാനത്തെ തകർക്കും, കുടുംബം എന്ന ഒരു ആശയത്തെ ഇല്ലാതാക്കും എന്ന തോന്നലിൽ നിന്ന് കുടുംബം എന്നുള്ള ആശയം ഏറ്റവും മനോഹരമായി ഉള്ളത് എവിടെയാണ്? ഇസ്ലാമിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു കാരണം ഈ കുടുംബ സംവിധാനമാണ്. എൻ്റെ പോയിന്റ്, വളരെയധികം സമൂഹത്തിന് ആവശ്യമുള്ള ഒരു വിഷയമാണ് കുടുംബം എന്നത്. പക്ഷേ നമുക്ക് കുടുംബത്തിലെ ചില വ്യക്തികളോട് ചില പ്രതിഷേധങ്ങൾ ഉണ്ടാവും, ചില വിമർശനങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഉമ്മയെ പറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പയെ പറ്റി, എൻ്റെ ഒരു ഉപ്പ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് നന്നായിരുന്നു, ഉമ്മ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് നന്നായിരുന്നു എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിക്കും. നമ്മളൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല, ചില ആളുകളെങ്കിലും ചിന്തിക്കും. അതെന്താ കാര്യം? ചില വിലക്കുകളും ചില നിയമങ്ങളും ഒക്കെ ഉമ്മയും ഉപ്പയൊക്കെ വെക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ പ്രശ്നം. ചില വിലക്കുകൾ, ചില നിയമങ്ങൾ, ചില തടസ്സങ്ങൾ, ചില പാടില്ല എന്ന പറച്ചിലുകൾ ഉമ്മയും ഉപ്പയും വെക്കുന്നുണ്ട്. എന്താ ചെയ്യണത്? എന്താ ഇങ്ങനെ മുടി ഇങ്ങനെ വെട്ടണത്? എന്താ ഡ്രസ്സ് ഇങ്ങനെ ധരിക്കണത്? ആരൊക്കെ ആയിട്ടാണ് ഈ കമ്പനി കൂടുന്നത്? ഇന്ന ആളുകളോടൊന്നും കമ്പനി പറ്റൂല, ഇന്ന ആളുകളോടൊന്നും ക്ലോസ് റിലേഷൻഷിപ്പ് പാടില്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഒരു പ്രതിഷേധം, ഒരു പ്രശ്നമായി ചിലപ്പോൾ നമുക്ക് തോന്നും. അതുകൊണ്ട് ഈ മാതാപിതാക്കൾ നമുക്കൊരു ബാധ്യതയാണ്, അവർ നമുക്കൊരു തടസ്സമാണ്, നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിനുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. പറഞ്ഞോ, അടുത്ത് അത് ചോദിക്കാതെ മെല്ലെ അടുത്തുടേനും. ഞാൻ ചോദിക്കാം, നമുക്ക് മാതാപിതാക്കൾക്ക് നമ്മളോട് എന്തെങ്കിലും പാടില്ല എന്ന് പറയാൻ മാതാപിതാക്കൾക്ക് റൈറ്റ് ഉണ്ടോ? ഉണ്ട്, ഉറപ്പാണ്. ഇന്ന കാര്യം ചെയ്യാൻ പറ്റൂല, അത് ചെയ്യണത് ശരിയല്ല എന്ന് പറയാൻ മാതാപിതാക്കൾക്ക് റൈറ്റ് ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള. എന്തിനാണ് ഇപ്പം രാത്രി വൈകി? എന്താ ഇപ്പം ഇത് മഗ്‌രിബൊക്കെ കഴിഞ്ഞല്ലോ, ഇന്ന് വരാൻ എന്താ വൈകിയത്, എവിടെ പോയിരിക്കായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാനല്ലേ വരുന്നത്, എൻ്റെ വീട്ടിലേക്കല്ലേ ഞാൻ കയറി വരുന്നത്, എൻ്റെ കാലം കൊണ്ടല്ലേ വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റുമോ? അല്ല, അവർക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട്, ചില തടസ്സങ്ങൾ പറയാനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ? എന്തിനാ നീ ഇന്ന ആളോട് കുറേ അധികം കമ്പനി കൂടണം? എന്താ മൊബൈൽ ഫോണിൽ നീ ഇങ്ങനെ കുറേ ഒരു കാർട്ടൂൺ തന്നെ കുറേ നേരമായാലോ കണ്ടിരിക്കണത്, ഫോണൊന്ന് എടുത്തുവെച്ച് പഠിച്ചൂടെ എന്ന് നമ്മളോട് ചോദിക്കാൻ മാതാപിതാക്കൾക്ക് റൈറ്റ് ഉണ്ടോ? ഉണ്ട്. ഇപ്പം ഞാൻ ചോദിക്കാം, നിങ്ങളുടെ വീട്ടിൽ ഒരു ഇസ്തിരിപ്പെട്ടി ഉണ്ട്, അയൺ ബോക്സ്. അയൺ ബോക്സ് നിങ്ങൾ അയൺ ചെയ്യുന്ന ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട്. നിങ്ങൾ അനിയൻ വന്നിട്ട് 3 വയസ്സായ 4 വയസ്സായ അനിയൻ വന്നിട്ട് ആ അയൺ ബോക്സ് നമ്മൾ കുത്തിവെച്ച് ഇസ്തിരി ഇടണ അയൺ ചെയ്യുന്ന ആ ടേബിളിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ കുലുക്കുകയാണ്. അയൺ ബോക്സാണ് ഇമ്മ ഓണാക്കി പോയതാണ്, അത് നല്ല ചൂടുണ്ട്. ഇങ്ങനെ കുലുക്കിക്കോട്ടെ എന്ന് വിചാരിക്കുമോ നമ്മളെന്താ അവനോട് പറയാ? എന്താ പറയാ? അത് തലമണ്ടമ്മ കൂടെ വീണാൽ വലിയ രസം ഉണ്ടാവില്ല അല്ലേ? നമ്മൾ ഓരോരുത്തരുടെ ശൈലിയിൽ ഓരോന്ന് പറയും. ഒന്ന്, അത് അയൺ ബോക്സ് കനുണ്ട്. 2, അത് ചൂടുണ്ട്. ആ ചൂടുള്ള അയൺ ബോക്സ് അവൻ്റെ കയ്യിൽ വീണാൽ, അവൻ്റെ തലയിൽ വീണാൽ, അവൻ്റെ ശരീരത്തിൽ വീണാൽ എന്ത് ചെയ്യും? പൊള്ളും. അല്ലെങ്കിൽ അത് ഇനി ഓണല്ല എന്നുണ്ടെങ്കിൽ അത് തലയിൽ വീണാൽ മുറിവ് പറ്റും. 3 വയസ്സായ ഒരു കുട്ടിക്ക് ചിലപ്പോൾ അത് അയൺ ബോക്സ് ആണ്, ചൂടാണ്, അത് തലയിൽ വീണ പ്രശ്നമാണെന്നൊന്നും ചിലപ്പോൾ എനിക്ക് അറിയില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ അതേ വയസ്സാണോ? അല്ല, നമ്മളെക്കാളും കുറച്ച് വയസ്സ് കൂടുതലാണ്, നമ്മളെക്കാളും കുറച്ച് പരിചയവും കൂടുതലാണ്. അപ്പം ചില വിഷയങ്ങളിൽ അവർ ചില പോയിന്റുകൾ പറയുമ്പോൾ അവർക്ക് നമ്മേക്കാൾ പ്രായമുള്ളത് കൊണ്ട് അയൺ ബോക്സ് ചൂടുണ്ട് എന്ന് 3 വയസ്സുകാരൻ അറിയാത്ത പോലെ ഓൻ്റെ മേത്തൻ തട്ടട്ടെ, ആണ് പൊള്ളട്ടെ, ഇങ്ങോട്ട് ഓനക്കാണ് മനസ്സിലാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. 5 വയസ്സുകാരനായ നമ്മുടെ അനിയൻ കടലിൽ നമ്മൾ കാഴ്ച കാണാൻ പോകുമ്പോൾ കടലിലേക്ക് ഇങ്ങനെ വല്ലാതെ ഇറങ്ങിപ്പോവും ഇല്ലേ? തടഞ്ഞു നിർത്തിയാൽ വീണ്ടും എന്ത് ചെയ്യും? പോവും. 4 വയസ്സുകാരിയായ നമ്മൾ അനിയത്തിയുടെ കൂടെ നമ്മൾ റോഡ് സൈഡിലൂടെ നടന്നു പോകാമെന്ന് വിചാരിക്കുക. നല്ല തിരക്കുള്ള റോട്ടിലൂടെ നമ്മൾ വണ്ടി നിർത്തിയ ഒരു സ്ഥലത്ത് തിരക്കുള്ള റോട്ടിലൂടെ നടന്നു പോവുകയാണ്. കുട്ടിയുടെ കൈ പിടിച്ചു പോയാൽ കുട്ടിക്ക് ഇഷ്ടമുണ്ടാവുമോ?
ഇഷ്ടം ഉണ്ടാവില്ല. കൈ നമ്മൾ വിട്ടുകൊടുക്കുവോ? വിട്ടുകൊടുക്കൂല. ഓൻ പോയാണ് തട്ടിക്കോട്ടെ നമ്മൾ വിചാരിക്കൂല. അപ്പൊ കുടുംബത്തിന്, നമുക്ക് മാതാപിതാക്കൾക്ക് അറിയാം എൻ്റെ കുട്ടിക്ക് ഈ പ്രായത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാവണില്ല, അതുകൊണ്ട് അവൾ അല്ലെങ്കിൽ അവൻ അബദ്ധം ചെയ്യാണ്, ആ അബദ്ധം ചെയ്യാൻ ഞാൻ സമ്മതിക്കാൻ പാടില്ല. നമുക്കും ആ ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ സമ്മതിക്കാത്തത്. അതേപോലെ നമുക്ക് സംരക്ഷണം ഒരുക്കാൻ ഉത്തരവാദിത്തമുള്ള, നമ്മുടെ സുരക്ഷിതത്വം ബാധ്യതയുള്ള നമ്മുടെ മാതാപിതാക്കൾ നമ്മളെക്കാൾ പ്രായമുള്ളവരായതുകൊണ്ട് തന്നെ അവർക്ക് ചില വിഷയങ്ങളിൽ ചില കാഴ്ചപ്പാടുകൾ കൂടുതലായി ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, നമ്മളെക്കാൾ ചില വിഷയങ്ങളിൽ അവർക്ക് അറിവ് കൂടുതലുണ്ടാകും. ഇപ്പോൾ ഒരു കാർട്ടൂൺ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ജാപ്പനീസ് കാർട്ടൂണാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളോട് പറയാണ്, എന്താ ഈ കാർട്ടൂൺ കാണുന്നത്, ഇതെന്തൊക്കെ ഇതിലുള്ളത്? അപ്പം എന്താ ഇപ്പോൾ കാർട്ടൂൺ അല്ലേ, ഞാൻ ഇപ്പോൾ കണ്ട എന്താ അമ്മക്ക് പ്രശ്നം, എൻ്റെ കണ്ണുകൊണ്ടല്ലേ കാണുന്നത്, എൻ്റെ ഫോണിലല്ലേ കാണുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ, അപ്പോൾ ഈ ജാപ്പനീസ് കാർട്ടൂണിൻ്റെ ഉള്ളിലെ കണ്ടന്റ് എന്താണ്, അതിനെക്കുറിച്ച് ഉമ്മാക്കറിയാം, ഞമ്മക്കത് അറിയില്ല, ചിലപ്പോൾ നമ്മളത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതിലൂടെ പല ആശയങ്ങളും ഈ ചെറിയ കുട്ടികളിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ അഡൽട്ട് കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കുട്ടികളെ വളരെ ദോഷകരമായി അവരുടെ സ്വാധീനിക്കും. അതാർക്കറിയാം? ഉമ്മാക്കും ഉപ്പാക്കും അറിയാം. നമുക്കത് വെറുതെ ഒരു തമാശയായി, ഒരു ഫണ്ണായി മാത്രം ചിലപ്പോൾ നമുക്കത് തോന്നും. ചില പ്രത്യേക വെബ് സീരീസുകൾ, ചില പ്രത്യേക ഭാഷയിലുള്ള വെബ് സീരീസുകൾ സ്ഥിരമായി കാണുന്ന കുട്ടികളുണ്ടാവും. ആ കാണുന്ന കുട്ടികളോട് എന്തപ്പോൾ മനസ്സിലാകാത്ത ഭാഷയിലുള്ള കുറേ സംഗതികൾ മോള് കാണുകയാണല്ലോ, മോൻ കാണുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അമ്മാക്ക് ഭാഷ മനസ്സിലാകത്തിന് ഞാനെന്താ ചെയ്യുക, എനിക്കറിയണ മാതിരി ഞാൻ കണ്ട് രസിച്ചോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റുമോ? അവർക്കറിയാം ഇതിലൂടെ ഒരുപാട് തെറ്റായ ജീവിത കാഴ്ചപ്പാടുകളാണ് ആര് സമ്മാനിക്കുന്നത്, സമ്മാനിക്കണമെന്നറിയാം. ചില റീലുകൾ, ഇപ്പോൾ റീലുകൾ കുറേ നേരം നീക്കി കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഷോർട്സ് കുറേ അധികം കാണുക, ഇത് കാണുന്ന ആളുകളുടെ ഒരുപാട് കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്, ചിന്താഗതികൾ മാറുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാം, കല്യാണം നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അതിലുണ്ടാവണം? അനക്കിൻ്റെ വക ഒരു സമ്മാനമുണ്ട്. കല്യാണം നടക്കുമ്പോൾ എന്തെല്ലാമാണ് ഉണ്ടാകാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, കല്യാണത്തിന്റെ കറക്റ്റ് കല്യാണത്തിന്റെ ഏറ്റവും അനിവാര്യമായി നടക്കേണ്ട കാര്യങ്ങളല്ല ഇപ്പൊ പലരുടെയും മനസ്സിലേക്ക് വരുന്നത്. കല്യാണം നടക്കുമ്പോൾ ആദ്യം അതിൻ്റെ നടക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഭർത്താവ് ഓളെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഓളെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തിട്ട് മുട്ട് കുത്തിയിരുന്നിട്ട് എന്ത് ചോദിക്കണം? വിൽ യു മാരി മീ? അത് ചോദിക്കണം. ഇതാണ് കല്യാണത്തിൻ്റെ ഒരു മെയിൻ കാര്യം. ഇതാരാ പറഞ്ഞത്? ഓള് പറയാ എന്ത് നോ എന്ന് പറഞ്ഞാൽ കല്യാണം അല്ലാതാവോ? അവിടെ വെറുതെ ഒരു ഏർപ്പാട്, ഒരു തോന്നിയാസം, ഒരു എക്സ്ട്രാ ഉണ്ടാക്കി കൊണ്ടുവരിക. പിന്നെ എന്ത് ചെയ്യണം? സദസ്സ് രണ്ടായി ക്രമീകരിക്കണം. എന്നിട്ടോ അവളുടെ കസിൻസൊക്കെ ഒരേ ഡ്രസ്സ് ഇടണം. എന്നിട്ട് 4 കാലും പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി പിരിച്ചിട്ട് ഓളിങ്ങനെ നടന്നു വരണം. എന്നിട്ട് ഈ കോന്തൻ ഇവിടുന്ന് ഓളെ കൈ പിടിച്ചിട്ട് സ്റ്റേജിലേക്ക് കയറ്റണം. അല്ലേ? വേറെ ചില ആൾക്കാരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അത് കുറേ ഉണ്ട്, പോട്ടെ, ഞാൻ പെട്ടെന്ന് ചില ആൾക്കാർക്കുള്ള എന്താന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ ഡാൻസ് കളിക്കാൻ അറിയാത്ത, മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത, ഒരു നല്ല മുഖഭാവത്തോടു കൂടി ആളുകളെ ഫേസ് ചെയ്യാൻ അറിയാത്ത കുറേ സോഷ്യൽ മീഡിയയിലെ കുറച്ച് നോളകളുണ്ട്, കുറച്ച് വൃത്തികെട്ട ആളുകൾ. ഈ ആളുകളെ കൊണ്ടുവന്നിട്ട് ഓന് വണ്ടിൻ്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യണം? കാലൊക്കെ ഇങ്ങനെ ആട്ടി ചാടണം. എന്നിട്ട് ഈ ചങ്ങായിമാരൊപ്പം വന്നിട്ട് ഡാൻസ് അറിയാത്ത ചങ്ങായി പല കോലത്തിൽ ചാടി വന്ന് ഈ കുടുംബങ്ങളൊക്കെ നിൽക്കുന്നിടത്ത് കൂടെ ഇങ്ങനെ കറങ്ങി നടക്കണം. ഇതൊക്കെയാണ് കല്യാണം എന്നാണ് ആര് വിചാരിക്കണത്? ഈ സോഷ്യൽ മീഡിയ. എൻ്റെ കല്യാണത്തിനും അങ്ങനെ വേണം, എൻ്റെ കല്യാണത്തിനും ഹൽദി വേണം, മെഹന്തി വേണം, പിന്നെന്താ ബ്രൈഡ് ടു ബി വേണം, ഗ്രൂം ടു ബി വേണം, എന്തൊക്കെയോ ഉണ്ട്. മഞ്ഞ കല്യാണം, ചുവപ്പും പച്ചയും നീലി റോസൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്?
ഇത് സോഷ്യൽ മീഡിയ വഴി തോന്നുകയാണ്, വെറുതെ തോന്നുകയാണ്. അങ്ങനെയാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്. കല്യാണത്തിന് ചെക്കൻ എൻഗേജ്മെന്റിന് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത്? മുട്ടായി. കീശിയിൽ ഒരു കിറ്റ്കാറ്റ് ഇട്ടിട്ട് അത് കൊണ്ടുവന്നാൽ മതിയോ? അത് പോരാ, ടവർ പോലെ മുട്ടായി കൊണ്ടുവരണം. അതിൻ്റെ ഉള്ളിൽ എന്താ അറിയാതെ ഒളിപ്പിച്ചു വെക്കേണ്ടത്? ഐഫോൺ. ഏത് ഐഫോണാ വേണ്ടത്? 17 Pro Max. ഏത് കളറാ? ഓറഞ്ച്. ഇത് വേണമെന്ന് ആർക്കാ തോന്നണത്? ഞമ്മക്കന്നെ തോന്നാണ്. ഇന്റെ കല്യാണത്തിന് ഞമ്മക്ക് പറഞ്ഞ നോക്ക് മോനെ, ഞമ്മക്കല്ല, അനക്ക് കുറച്ചുകൂടി കഴിയട്ടെ. അപ്പോ ഇത് വേണമെന്ന് ആർക്ക് തോന്നുക? സമൂഹത്തിന് തോന്നുക. സോറി, ഞമ്മക്ക് തന്നെ പറയണ്ടല്ലേ മോനെ, ഇജ്ജ് പറഞ്ഞ കറക്റ്റാ. നമ്മളിപ്പോ സംസാരിക്കണത് സമൂഹത്തെ പറ്റിയല്ലേ, അപ്പൊ അങ്ങനെ തന്നെ പറയേണ്ടത്. സമൂഹത്തിന് തോന്നുന്നു, ഇജ്ജ് പറഞ്ഞ കറക്റ്റാ. അനക്ക് തോന്നുന്നു, ഇജ്ജ് പറഞ്ഞിട്ടില്ല, നമുക്ക് തന്നെ തോന്നുകയാണ്. എന്ത് അല്ലേ? എന്താ അറിയോ ഞാൻ പറയും, എന്ത് അനക്കല്ല, എന്റെ കല്യാണം കഴിഞ്ഞല്ലേ എന്നോ ചോദിക്കൂ. അത് പേടിച്ചിട്ടാ. ഇത് നമുക്ക് തോന്നുകയാണ് എന്ത് അങ്ങനെ വേണം. അപ്പൊ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു ഐഫോൺ വാങ്ങിക്കൊടുക്കാൻ കഴിയണം. അപ്പോൾ നമ്മുടെ സാമ്പത്തികാവസ്ഥ അനുസരിച്ച് ചിലപ്പം സമൂഹത്തിന് സാധിക്കുന്ന ആൾക്കാരുണ്ടാവും, സാധിക്കാത്ത ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ഉണ്ടായാലേ കല്യാണം നടക്കുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് പതിയെ നമ്മുടെ സമൂഹം മാറുകയാണ്. എന്നാൽ കല്യാണത്തിന്റെ പ്രധാന കാര്യം ഇതാണോ? ഒരിക്കലും അല്ല. ഇപ്പൊ ടൂറ് പോകുകയാണെങ്കിൽ അതിലെ പ്രധാന കാര്യം എന്താ? ആ ടൂറിലെ എൻജോയ്മെന്റുകളല്ല, ആ ടൂറിന് ശേഷം ഇറങ്ങുന്ന റീലിൽ ആണ് കാര്യം കിടക്കുന്നത്. കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണത്തിലെ അതിലെ ആ ഭക്ഷണം കഴിക്കലോ നിക്കാഹിന്റെ ചടങ്ങോ കല്യാണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്ലാനിങ്ങിനെ കുറിച്ചോ ഒന്നും അല്ല ചിന്ത വരുന്നത്. ചിന്ത എന്തിനെ കുറിച്ചാണ് വരുന്നത്? അതിൻ്റെ ഒക്കെ ഒരു പ്രകടനപരത എന്നാണ് ഇതിന് പറയാം. സ്വന്തം ഒക്കെ എക്സിബിറ്റ് ചെയ്യണം, ആളുകൾക്ക് മുമ്പിലൊക്കെ പ്രദർശിപ്പിക്കണം. ഈ ഒരു കണ്ടീഷനിലേക്കാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കല്യാണത്തെക്കുറിച്ചുള്ള ഇത്തരം കാഴ്ചപ്പാടുകളും വിവാഹത്തോട് ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഒരു പേടിയോ അല്ലെങ്കിൽ വിവാഹം തന്നെ വേണ്ട എന്ന ചിന്തയിലേക്കോ നയിക്കാൻ ഇതും ഒരു കാരണമായി മാറുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഏതൊക്കെയാണ് ശരിയായ കാര്യം, ഏതൊക്കെയാണ് തെറ്റായ കാര്യം, ഏതാണ് നല്ലത്, ഏതാണ് തിന്മയായ കാര്യം, ഇതൊക്കെ നമുക്ക് നോക്കാൻ എളുപ്പമാണ്. നമുക്ക് നോക്കാൻ എന്താ എളുപ്പം? ഇസ്ലാമിലേക്ക് നോക്കിയാൽ മതി, പടച്ചോൻ പറഞ്ഞിട്ടുണ്ടോ നോക്കിയാൽ മതി. അള്ളാഹു എല്ലാത്തിനും ഒരു ഗൈഡ് ലൈൻ, മാർഗനിർദ്ദേശം കൃത്യമായി നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നൽകിയത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സമൂഹത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കാണും, ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ നല്ലത് ആയിക്കൊള്ളുന്നില്ല. ഓല് ചെയ്യുന്നുണ്ടല്ലോ, മറ്റോല് ചെയ്യുന്നുണ്ടല്ലോ എന്നൊന്നും ചിന്തിക്കണതിൽ അർത്ഥമല്ല. നമുക്കെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളെക്കാൾ അറിവുള്ള, നമ്മളെക്കാൾ പ്രായമുള്ള, അള്ളാഹു പറഞ്ഞത് എന്താണ്, റസൂല പഠിപ്പിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ള ആളുകൾ, അവർ ചിലപ്പോൾ നമ്മുടെ റിലീജിയസ് സ്റ്റഡീസിൻ്റെ അധ്യാപകരായിരിക്കും. അവർ പറയും നമ്മളോട് ഇന്ന കാര്യങ്ങളൊന്നും പാടില്ല, ഇന്ന കാര്യങ്ങളൊക്കെ പറ്റും, ഇന്നത് ശരിയല്ല, ഇന്നത് ശരിയാണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അവരെ നമ്മൾ സ്വീകരിക്കുക, അവർ പറയണത് അംഗീകരിക്കുക. അതേപോലെ നമ്മുടെ പള്ളിയിൽ ഖുത്ബ പറയുന്ന ഉസ്താദ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മദ്രസയിൽ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകനുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു തരുന്ന നമ്മുടെ മുതിർന്ന ആളുകളുണ്ടാവും. ആ ആളുകൾ പറയണതിൽ ശരിയുണ്ടാകുന്നും അവർക്ക് നമ്മളെക്കാൾ അറിവുണ്ടെന്നും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കുടെ ജീവിതം കുറച്ചും കൂടി സന്തോഷമുള്ളതാകും. കുടുംബത്തിലുള്ള ഒരു ജീവിതത്തിൽ നല്ല ഹാപ്പിനെസ് ഉണ്ടാവും. കുടുംബത്തിൻ്റെ പുറത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്, കുടുംബ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ. അവർ ചിലപ്പോൾ ഒരുമിച്ചിരുന്ന് വീഡിയോകളൊക്കെ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും ഓല് നല്ല സന്തോഷത്തിലാണ്. ഓൽക്ക് ചിലപ്പോൾ വലിയ ചില ഷോകളിലൊക്കെ ഓൽക്ക് പ്രസൻസ് കിട്ടുമ്പോൾ, സാന്നിധ്യം കിട്ടുമ്പോൾ അതെന്തോ ജീവിതത്തിലെ വലിയ വിജയമാണ് എന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ ഷോകളിൽ എത്തിപ്പെടുക എന്നുള്ളത് അത് അവരെ സംബന്ധിച്ചോളം, ആ ഷോകളെ സംബന്ധിച്ചോളം, ആ ചാനലുകളെ സംബന്ധിച്ചോളം ഓൽക്ക് റീച്ച് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. അങ്ങനെ അത്തരം റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഏതാളുകളെയും ഓലയിൽ കൊണ്ടേ ഇടും അല്ലേ. അപ്പം അങ്ങനെ എത്തിപ്പെടുക എന്നുള്ളതൊന്നും വലിയ ഒരു നേട്ടമൊന്നും അല്ല.
നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ നേട്ടം, നമ്മുടെ നഷ്ടം ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത് പരലോകമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. പരലോകത്തിന് എനിക്ക് ഗുണമാണോ, പരലോകത്തിന് എനിക്ക് ദോഷമാണോ, അതാണ് നമ്മൾ പ്രധാനമായും നോക്കുക. അങ്ങനെ നോക്കി നല്ല ഒരു സ്വഭാവത്തിലും നല്ല സംസ്കാരത്തിലും നല്ല ജീവിതത്തിലുമാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.